ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 2-ാം അധ്യായമായ അപവാദ ദർശനത്തിലെ 10-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ശ്ലോകം: സർവം ഹി സച്ചിദാനന്ദം നേഹ നാനാസ്തി കിഞ്ചന യപശ്യതീഹ നാനേവ മൃത്യോർമൃത്യും സഗച്ഛതി. ഒന്നുകൂടി പറയാം. സർവം ഹി സച്ചിദാനന്ദം നേഹ നാനാസ്തി കിഞ്ചന യപശ്യതീഹ നാനേവ മൃത്യോർമൃത്യും സഗച്ഛതി. അന്വയം: സർവം സച്ചിദാനന്ദം ഹി ഇഹ നാനാ കിഞ്ചന ന അസ്തി യ ഇഹ നാനാ ഇവ പശ്യതി സ മൃത്യോഃ മൃത്യും ഗച്ഛതി. അർത്ഥം: സർവ്വതും സച്ചിദാനന്ദം തന്നെയാണ്. ഇവിടെ പലതായിട്ട് ഒന്നുമില്ല. യാതൊരുവനാണോ പലതായി കാണുന്നത്, അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് സഞ്ചരിക്കുന്നു. സർവ്വതും ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മം സച്ചിദാനന്ദവുമാണ് എന്ന് മുൻ ശ്ലോകങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ആ കാര്യം മറ്റൊരു വിധത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കാൻ ശ്രമിക്കാം. ബ്രഹ്മമാകുന്ന ഞാൻ എന്നിലടങ്ങുന്ന പ്രകൃതിയിൽ എന്തെല്ലാം സങ്കല്പങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഗുണങ്ങളും നിറങ്ങളും അങ്ങനെയുള്ള എന്തെല്ലാമൊക്കെയാണോ ഉള്ളത്, അതെല്ലാം ഒന്നെടുത്ത് പ്രകടമാക്കി കണ്ട് ആസ്വദിക്കണം എന്നാഗ്രഹിച്ചു. അങ്ങനെ എന്നാൽ സങ്കല്പിതമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. ഇതൊന്നും എന്നിൽ നിന്ന് അന്യമായ മറ്റൊരു വസ്തുവേ അല്ല. അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി ധനമുതലായ വിഭൂതിയായി താനേ എന്ന് ആത്മോപദേശ ജാതകത്തിൽ പറയുന്നത് ഈ കാര്യമാണ്. അറിവ് അഥവാ ബ്രഹ്മം താനേ ധനമുതലായ വിഭൂതിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിരാകാരമായ ബ്രഹ്മം സാകാരമായി പ്രകടമായിരിക്കുന്നതാണ് പ്രപഞ്ചം. എങ്കിൽ ഇത് സച്ചിദാനന്ദം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിനെ സച്ചിദാനന്ദമായിട്ടല്ലല്ലോ കാണുന്നത്. അനേക നിറത്തിൽ, അനേക രൂപത്തിൽ, അനേക ഭാവത്തിൽ, അനേക ഗുണങ്ങളോടുകൂടി ഒക്കെയാണ് കാണുന്നത്. ഈ നാനാത്വത്തിൽ എങ്ങനെ ഏകത്വം ദർശിക്കും? ആത്മോപദേശാതകത്തിൽ പറയുന്നു: സകലതുമുള്ളത് തന്നെ തത്വചിന്താഗ്രഹനിത് സർവവും ഏകമായി ഗ്രഹിക്കും. അകമുഖമായി അറിയായിൽ മായയാം വൻപക പലതും ഭ്രമമേകിടുന്നു പാരം. തത്വചിന്തയിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവന് ഇതെല്ലാം ഏകമായ പരബ്രഹ്മം ആണ് എന്ന് ഗ്രഹിക്കാൻ കഴിയും. അല്ലാത്തവർക്ക് ഇതെല്ലാം ഇതുപോലെ ഉള്ളത് തന്നെയാണ് എന്ന് തോന്നും. താത്വികമായി സത്യാന്വേഷണം നടത്തുന്നവർ പുറമേ ഉള്ള കാര്യങ്ങളെ വിട്ട് അകമേ ആത്മാന്വേഷണം, താൻ സ്വയം ആരാണ് എന്നുള്ള അന്വേഷണം നടത്തണം. അല്ലാത്തപക്ഷം പുറമേ ഉള്ള മായാക്കാഴ്ചകളിൽ മനം മയങ്ങി ജനിച്ചും മരിച്ചും സംസാര ദുഃഖം നിരന്തരം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഏകമായ ബ്രഹ്മത്തെ അനേകരൂപമായ മായയായിട്ട് കണ്ട് ഈ മായാക്കാഴ്ചകളാണ് സത്യം എന്ന് വിശ്വസിക്കുന്നവർ മായാനിർമ്മിതമായ പ്രകൃതിക്ക് കീഴ്പ്പെട്ട് ബാഹ്യവസ്തുക്കളിൽ സുഖം തേടി അലയുന്നു. ഒന്നിലും തൃപ്തി വരാതെ അനേകതരം ശരീരങ്ങൾ സ്വീകരിച്ച് ജനിച്ചും മരിച്ചും മുക്തി കിട്ടാതെ ഇവിടെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. അതാണ് യപശ്യതീഹ നാനേവ മൃത്യോർ മൃത്യും സ ഗച്ഛതി.
യാതൊരുത്തനാണോ അനേകത്വത്തെ, ഈ നാമരൂപാത്മകമായ ജഗത്തിനെ കണ്ട് ഇതാണ് സത്യം എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നത്, അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി താത്വികമായുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് നോക്കാം. മരണവുമില്ല, ഉറപ്പുമില്ല വാഴ്വും, നരസുരരാതിയുമില്ല നാമരൂപം, മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം പൊരുളല്ലിതോർത്തിടേണം. ഇങ്ങനെ ഇവിടെ ഒരു ലോകം ഉണ്ട് എന്നും അതിൽ ഞാൻ ജനിച്ച് ജീവിക്കുകയാണ് എന്നും ഇവിടെ എന്നെപ്പോലെയുള്ള അനേക മനുഷ്യരും മറ്റനേകം ജീവികളും എന്നെപ്പോലെ ജീവിക്കുന്നുണ്ട് എന്നും ഈ ലോകം കൂടാതെ സ്വർഗലോകം മുതലായ അനേകം ലോകങ്ങളും ദേവന്മാരും അസുരന്മാരും മറ്റനേകം ജാതികളും ഭൂതപ്രേതാദികളും മറ്റും ഉണ്ടെന്നും മറ്റുമുള്ളതും സർവ്വതും മരീചിക പോലെ മിഥ്യയാണ്. ഈ കാഴ്ചകളെല്ലാം മരീചിക പോലെ മിഥ്യയാണ്. എല്ലാം എന്നിലുണ്ടായ സങ്കല്പം മാത്രമാണ്. ഞാൻ ജനനമരണങ്ങളില്ലാത്ത നിത്യവസ്തുവായ ബ്രഹ്മമാണ് എന്ന അറിവിൽ നിൽക്കുമ്പോൾ സൃഷ്ടിയും സൃഷ്ടികർത്താവും സൃഷ്ടിജാലവും ഒന്നും ഉണ്ടായതല്ല. എല്ലാം കേവല സങ്കല്പങ്ങൾ മാത്രമാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.